ഹായ് ഹലോ, ഇത് നമ്മുടെ വീട്ടിലെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ മരമാണ്. ഇതിൽ ഇപ്രാവശ്യം ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്തതുകൊണ്ടാകും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് കായ്കളൊക്കെ കിളികളൊക്കെ കഴിച്ചിട്ടുണ്ട്. അവർക്കും വേണമല്ലോ, കഴിക്കണമല്ലോ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള മൂത്ത കായ്കളൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. നല്ല വലിയ കസ്റ്റർഡ് ആപ്പിളാണ്. ഇതിന് സെൻറ്ററിൽ ഒരു വൈറ്റ് കളറിൽ പോലെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇത് മൂത്തത് നമുക്കറിയുള്ളൂ. അങ്ങനെ ഞാൻ ആ മരത്തിൽ നിന്ന് പറിച്ച പാടന്നെ അതൊന്ന് പൊളിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് ആപ്പിൾ ഇഷ്ടപ്പെടുന്നവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക. ഹായ് ഹലോ, ഇത് നമ്മുടെ വീട്ടിലെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ മരമാണ്. ഇതിൽ ഇപ്രാവശ്യം ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്തതുകൊണ്ടാകും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് കായ്കളൊക്കെ കിളികളൊക്കെ കഴിച്ചിട്ടുണ്ട്. അവർക്കും വേണമല്ലോ, കഴിക്കണമല്ലോ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള മൂത്ത കായ്കളൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. നല്ല വലിയ കസ്റ്റർഡ് ആപ്പിളാണ്. ഇതിന് സെൻറ്ററിൽ ഒരു വൈറ്റ് കളറിൽ പോലെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇത് മൂത്തത് നമുക്കറിയുള്ളൂ. അങ്ങനെ ഞാൻ ആ മരത്തിൽ നിന്ന് പറിച്ച പാടന്നെ അതൊന്ന് പൊളിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് ആപ്പിൾ ഇഷ്ടപ്പെടുന്നവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക.